ശ്രീ ബൈജു തിട്ടാല കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ബൈജു തിട്ടാല, ഇതിപ്പോൾ നമ്മുടെ ഇവിടുത്തെ 3 പാനലിസ്റ്റുകളും സൂചിപ്പിച്ചു, ബ്രിട്ടന്റെ കൂടി ഒരാവശ്യം എന്ന നിലയിൽ വേണം നമ്മൾ ഈ കരാറിനെ കാണാൻ. കാരണം യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം, എക്സിറ്റിന് ശേഷമുള്ള ഏറ്റവും സുപ്രധാന കരാറാണ് ബ്രിട്ടൻ ഇന്ത്യയുമായി ഒപ്പുവെക്കുന്നത്. യൂറോപ്യൻ യൂണിയന് പുറത്തുള്ള രാഷ്ട്രങ്ങളുമായി, അവിടെ സാമ്പത്തികമായി മുന്നോട്ട് വരുന്ന രാജ്യങ്ങളുമായി കരാർ എന്നത് ബ്രിട്ടന്റെ തന്നെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു. അതുകൊണ്ട് കുറച്ച് നഷ്ടങ്ങൾ സഹിച്ചും ഈ കരാർ യാഥാർത്ഥ്യമാക്കേണ്ടത് ആവശ്യമായി വരുന്നു. ഈ കരാർ ആഭ്യന്തരമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ അവിടെ? രേണുക, ഞാൻ ഇന്ത്യക്കാരനാണ്, ബ്രിട്ടീഷ് പൊളിറ്റീഷ്യനാണ്, ലേബർ പാർട്ടിയുടെ ഇവിടുത്തെ പാർട്ടിയുടെ പ്രവർത്തകനാണ്. അപ്പോൾ ഞാനൊരു ഇതിൻ്റെ അകത്തുനിന്ന് മഴത്തുള്ളികൾക്കിടയിലൂടെ സംസാരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കാരണം എനിക്ക് അവിടെയും ബല ഇവിടെയും ബല, ഇതിൻ്റെ ഇടയ്ക്ക് നിന്നൊരു സേഫ് റൂട്ട് എടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞ പോലെ തന്നെ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റ് ബ്രെക്സിറ്റ് അതിനുശേഷം ഈ രാജ്യത്തിൻ്റെ എക്കോണമി വല്ലാത്തൊരു ക്രൈസിസിലായിരുന്നു. ഇത് ഉണ്ടാകുമെന്ന് ബ്രെക്സിറ്റിൻ്റെ ഇലക്ഷൻ സമയത്ത് തന്നെ കൃത്യമായി പല രാഷ്ട്രീയ, പ്രത്യേകിച്ച് ഗോൾഡൻ ബ്രൗണൊക്കെ കൃത്യമായി ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്താണ്. പക്ഷേ എങ്ങനെയോ ബ്രെക്സിറ്റ് ജനങ്ങൾ റെഫറാണ്ടത്തിന് സപ്പോർട്ട് ചെയ്തു. ബ്രെക്സിറ്റിൽ നിന്ന്, യൂറോപ്പിൽ നിന്നും ബ്രിട്ടൻ പുറത്തു പോയി. പിന്നീട് കാണുന്നത് മുഴുവൻ ബ്രിട്ടനിൽ കാണുന്ന, അതിനോടുകൂടി തന്നെ അതിൻ്റെ സെക്കൻഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കോവിഡിൻ്റെ ഇമ്പാക്റ്റ്, ഇതെല്ലാം കൂടി ആയപ്പം ബ്രിട്ടീഷ് എക്കോണമി ഏതാണ്ട് വല്ലാത്തൊരു ഒരു ക്രൈസിസ് സ്റ്റേജിലായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, അന്നത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഡൊമിനിക് റാബ് ഹൗസിൽ പറഞ്ഞതാണ്, വി വിൽ അട്രാക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫ്രം എനിവെയർ and we will do anything to attract business to anywhere from anything and from anywhere and we will attract investment from anywhere. അപ്പോൾ അന്നത് ഹൗസിൽ പറഞ്ഞതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പെട്ടെന്ന് ഈ ഇന്റർനാഷണൽ ഈ വിദ്യാഭ്യാസ മേഖല കംപ്ലീറ്റ് കൃത്യമായി ഓപ്പൺ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ആ ഒരു ക്രൈസിസിൽ നിന്നും, പിന്നെ ആ ക്രൈസിസിൽ നിന്നും ഇതുവരെ ബ്രിട്ടീഷ് എക്കോണമി കര കയറിയിട്ടില്ല. അത് ഉടനെ ഒന്നും കര കയറുമെന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനുമല്ല ഞാൻ. അപ്പോൾ ഇതിന് സമയമെടുക്കും. ആ കോണ്ടെക്സ്റ്റിലാണ് വളരെ അൺപ്രഡിക്റ്റബിളായ, ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ട്രംപ് അധികാരത്തിലേക്ക് വരുന്നത്. അപ്പം ഈ താരിഫ് കൂട്ടിക്കഴിഞ്ഞപ്പോൾ, താരിഫിൽ കംപ്ലീറ്റ് ഒരു അൺസ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്തപ്പോൾ, ഇവിടുന്ന് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ സ്റ്റാമറെ പോയി കാണുന്നത് മറ്റേ കിങ് ചാൾസിൻ്റെ ഒരു സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ഒക്കെയാണ് പോകുന്നത്. അപ്പോൾ എങ്ങനെയും വിഷയങ്ങളെ ഫേസ് ചെയ്യാൻ ബ്രിട്ടൻ എക്വിപ്ഡ് ആകാൻ വേണ്ടി, അതായത് ഈ വിഷയത്തെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്ന് ലോകരാജ്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഓപ്പർച്യൂണിറ്റി ഓപ്പണായി കിടക്കുന്നത്, ഇന്ത്യയുമായ ഒരു ട്രേഡ് ഡീൽ. അത് സ്വാഭാവികമായും ഇതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ബ്രിട്ടൻ മാത്രമല്ല ഹോൾ യൂറോപ്പ് ഈ എഗ്രിമെന്റിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇത് ട്രംപിനൊരു മെസ്സേജാണ്. ഇഫ് യു ആർ ടു ബിഹേവ് ദ വേ യു ആർ ബിഹേവിംഗ്, വി ഹാവ് ടു എക്സ്പ്ലോർ അതർ അവന്യൂസ്. അതാണ് ഇതുകൊണ്ട് അവർ പറയാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. പിന്നെ മറ്റൊന്ന്, കൃത്യമായും ഈ രണ്ട് രാജ്യങ്ങൾക്കും ഗുണകരമായി തന്നെയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ആരും സംശയമില്ല. പക്ഷേ ഈ പറയുന്ന ഈ മാർക്കറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇമ്പാക്റ്റ് ഇതിനുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ സംശയമുണ്ട്. കാരണം ഇതിലെ മൊത്തം ഈ കംപ്ലീറ്റ് എഗ്രിമെന്റിന്റെ ബ്ലൂ പ്രിന്റ് നമ്മളാരും കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ചർച്ചകൾ ഞാൻ പലയിടത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഇതിൽ ഇപ്പം നമുക്ക് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പറയാം. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഈ പറയുന്ന ഇതേ രീതിയിൽ തന്നെ ഇത് ഇംപ്ലിമെന്റ് ആയി ഇന്ത്യയിൽ എക്സ്പോർട്ട് മേഖലയിൽ എല്ലാം ഒരു ഹൈപ്പ് ഉണ്ടാകുകയാണ്. എക്സ്പോർട്ട് റവന്യൂ, എക്സ്പോർട്ട് ലെവൽ ഓഫ് എക്സ്പോർട്ട് കൂടുകയാണ്. അങ്ങനെ കൂടി വരുമ്പോൾ ഈ നമ്മുടെ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ അവിടെയൊക്കെ ഉണ്ടാകാൻ പോകുന്ന തൊഴിലാളി ചൂഷണങ്ങൾ കൃത്യമായും, ഇപ്പം ബ്രിട്ടനിലൊക്കെ പല എക്സ്പോർട്ട് ഈ ഗാർമെന്റ് എക്സ്പോർട്ട് ഫാക്ടറിയിലൊക്കെ എനിക്ക് നേരിട്ടറിയാവുന്നതാണ്, ഈ ചൈൽഡ് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട് എങ്കിൽ ഒരു കാരണവശാലും ആ കമ്പനിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഈ ഇവിടുത്തെ മോഡേൺ സ്ലേവറി, അങ്ങനെയുള്ള ആ നിയമങ്ങളുമായി ഇന്ത്യ കമ്പീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ലേബർ ലോസ് നമുക്ക് അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ സംശയമുണ്ട്. സംശയം എന്നല്ല, നമുക്ക് ഇല്ല എന്നുള്ളതാണ് എൻ്റെ റീഡിങ്. ഞാൻ എംപ്ലോയ്മെന്റ് ലോ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ എത്ര എഫക്റ്റീവായി നമുക്കിത് യൂട്ടിലൈസ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഗുരുതരമായ സംശയങ്ങളുണ്ട്. കാരണം നമുക്ക് അതേ ഫുൾ ഫ്ലെഡ്ജിലായ
ഇപ്പം കുറച്ച് മുമ്പേ ആരോ പറഞ്ഞ പോലെ നമ്മൾ ബ്രിട്ടന്റെ സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഏതാണ്ട് അന്ന് അവർ ഇട്ടേച്ച് പോകുന്ന എംപ്ലോയ്മെന്റ് ലോകളും എംപ്ലോയ്മെന്റ് റിലേഷൻസും ഒക്കെയാണ് നമ്മൾ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതൊക്കെ പുതിയ പേരൊക്കെ മാറ്റി വേറെ ഇട്ടിട്ടുണ്ട്. ഞാൻ മുഴുവൻ വായിച്ചു നോക്കിയതാ. എനിക്കതിനകത്തുനിന്ന് ഒരു ചേഞ്ച്, ഈ പറയുന്ന ഒരു സിഗ്നിഫിക്കൻ്റ് ആയ ഒരു ചേഞ്ച് ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ അട്രാക്ട് ചെയ്യും, അത് നമ്മൾ എങ്ങനെ ആ ഹഡൽ നമ്മൾ എങ്ങനെ ഓവർകം. പണ്ടത്തെ പോലെ ഒന്നുമല്ല, സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവാണ്. എന്തെങ്കിലും ചെറിയ നിസ്സാരമായ പ്രശ്നങ്ങൾ ഉണ്ടായാൽ, ചൈൽഡ് എക്സ്പ്ലോയിറ്റേഷനോ ലേബർ എക്സ്പ്ലോയിറ്റേഷനോ ഉണ്ടായാൽ കൃത്യമായും നോട്ടീസ് ചെയ്യപ്പെടും. അപ്പോൾ അതിനെ അതേ രീതിയിൽ തന്നെ ടേക്ക് ഓൺ ചെയ്യാൻ, അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ എക്സ്പോർട്ട് മേഖലയിൽ റെഗുലേഷൻ നിയമം വഴിയുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പിന്നെ രണ്ടാമത് ഞാൻ ഇതിനകത്ത് കാണുന്നത്, എനിക്ക് ഒരു സംഭവം വളരെ കൺസേൺ ആയിട്ട് തോന്നിയത് ഇതിനകത്ത് ഈ റൂൾ ഓഫ് ഒറിജിൻ കൺസേൺ ആണ്. അതായത് പണ്ട് നമ്മളിപ്പം ബ്രിട്ടൻ, നമ്മുടെ ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് രാജിൻ്റെ കാലത്ത് അവിടുന്ന് കോട്ടൺ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യും, അതിനെ ഇവിടെ ഇവിടെ അതിനെ മറ്റു പ്രോഡക്റ്റായി, ഫൈനൽ പ്രോഡക്റ്റായി ഉണ്ടാക്കുകയും അതിനെ തിരിച്ച് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വിടുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ ഒരു അപകടം ഇതിനകത്തുണ്ട്. അതിൻ്റെ കാരണം ഇപ്പം ഈ ഒറിജിൻ കൺസേൺ എന്ന് പറയുന്നത്, റൂൾ ഓഫ് ഒറിജിൻ, ഉദാഹരണമായിട്ട് ഇപ്പം ബ്രിട്ടനിലെ ഒരു കമ്പനി, ആ കമ്പനി തായ്ലാൻഡിലോ അല്ലെങ്കിൽ ഇപ്പം ചൈനയിലോ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തെ ബൈ പ്രോഡക്റ്റ് വാങ്ങിക്കുകയും ആ സാധനം ഇവിടെ അസംബിൾ ചെയ്യുകയും ആ സാധനം ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്നത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുമെന്ന് എൻ്റെ ഇതുവരെയുള്ള റീഡിങ്ങിൽ എനിക്ക് മനസ്സിലായില്ല. പിന്നെ രണ്ടാമത്, ഇൻ പ്രിൻസിപ്പിൾ ബ്രിട്ടനിലെ ഒരു പൊളിറ്റീഷ്യനും ഈ പൊളിറ്റീഷ്യൻ വിട് ഒരു ഇമിഗ്രൻറ്റും ഈ 3 വർഷ റൂളിനെ എൻഡോഴ്സ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ശരി, 3 വർഷം കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ വേറൊരു കൺസേൺ, ഈ നാഷണൽ ഇൻഷുറൻസും അല്ലെ അതുപോലെയുള്ള ഈ നമ്മൾ സർചാർജ് കൊടുക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മെഡിക്കൽ കെയർ, ഈ വരുന്നയാളുടെ മെഡിക്കൽ കെയർ അല്ലെ എമർജൻസി കെയർ, അതെങ്ങനെ അഡ്രസ് ചെയ്യപ്പെടും എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. രണ്ടാമത് എന്നെ ഏറ്റവും കൂടുതൽ കൺസേൺ ചെയ്ത് ബ്രിട്ടൻ ഞാനത് കഴിഞ്ഞ ദിവസം പാർട്ടിക്ക് തന്നെ പറഞ്ഞു, ബ്രിട്ടൻ being the bastion of civil liberties, and when we claim the legacy of Human Rights Act 1998, റൈറ്റ് ടു ഫാമിലി എന്ന് പറയുന്നത് ഇവിടെ ഈ രാജ്യത്ത് വർക്ക് ചെയ്യുന്ന ഒരാളുടെ മൗലിക അവകാശമാണ്. അപ്പോൾ ഡിപ്പെൻഡന്റിനെ കൊണ്ടുവരാൻ പറ്റില്ല, 3 വർഷം കഴിഞ്ഞാൽ ഇയാൾ തിരിച്ചു പോകണം. അപ്പോൾ അതിൻ്റെ അകത്തൊരു എൻ്റെ റീഡിങ് അത് ചലഞ്ച് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ബ്രിട്ടനിൽ ലീഗലായി ചലഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്രൊവിഷനാണ്. രണ്ടാമത്, ഇതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ ഇതിന് വേറെ ഇതിനൊരു ക്ലാസ് പ്രശ്നമുണ്ട്. എന്തെന്നറിയോ, ഈ ഇപ്പം ഇതിന് മുമ്പ് ഷിനാസ് പറഞ്ഞല്ലോ ഈ 97-ന് ശേഷം, പക്ഷേ ഈ 97-ന് ടോണി ബ്ലെയർ ആണ് 97-ൽ ടോണി ബ്ലെയർ റെജീമിൽ ഈ NHSലേക്ക് സ്റ്റാഫിനെ കൊണ്ടുവരാൻ വേണ്ടി സർവീസ് സെക്ടർ വല്ലാതെ ലിബറലൈസ് ആക്കി. അങ്ങനെയൊക്കെ വന്നുപെട്ടാണ് എന്നെ പോലെയൊക്കെയുള്ള ആളുകൾ. അപ്പോൾ ആ സർവീസ് സെക്ടർ വളരെ ഓപ്പൺ ആക്കിയിരുന്നു. അപ്പം അതിൽ ആ സർവീസ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വരാം. ഇപ്പം ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ഇന്ത്യയിൽ ഇപ്പം 145 കോടി ജനങ്ങളുണ്ട്. ഈ 145 കോടി ജനങ്ങളിൽ മിഡിൽ ക്ലാസ്, ഇലീറ്റ് ക്ലാസ് അല്ലെ അക്കാഡമിക് ക്ലാസ്, ആ ക്ലാസ്സിലുള്ളവർക്ക് മാത്രം വരാനുള്ള റൂട്ടായിട്ട് ഞാനിതിനെ കാണുന്നത്. കാരണം ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം ഞാൻ മധ്യതിരുവിതാംകൂറിൽ നിന്ന് വന്നതാണ്, കോട്ടയക്കാരനാണ്. അപ്പം അവിടെയുള്ള ആ ഈ നേഴ്സിംഗ് സെക്ടറിൽ അല്ലെങ്കിൽ ഈ നേഴ്സായി വരുന്നയാൾ, റേഡിയോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ എക്സ്റേ ടെക്നീഷ്യൻസ്, അങ്ങനെയുള്ള ആളുകൾ വന്നുകൊണ്ട് അവർക്ക് കൃത്യമായ ഒരു ഓപ്പണിംഗ് ഇവിടെ ഉണ്ടായിരുന്നു. ആ റൂട്ടെ കംപ്ലീറ്റ് വെട്ടിക്കളഞ്ഞു. അത് വെട്ടിക്കളഞ്ഞിട്ടാണ് ഈ 3 വർഷത്തെ ഈ 1800 അത് കൊണ്ടിരുന്നത് ഷെഫ്, മ്യൂസീഷ്യൻ, യോഗ ഇൻസ്ട്രക്ടേഴ്സ് ഒക്കെയാണ്. അപ്പോൾ എൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത് പ്രൊഫഷണൽസിലുള്ള ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുകയല്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതർവൈസ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന ക്ലോസുകളിലാണ് അദ്ദേഹം ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം.